ക്രിസ്മസ് ആഘോഷിക്കാനൊരുങ്ങി നാടും നഗരവും. തിരുപ്പിറവിയുടെ ഓർമ്മ പുതുക്കി ക്രൈസ്തവ ദേവാലയങ്ങളിൽ ഇന്ന് പാതിരാ കുർബാന നടക്കും. ക്രിസ്മസിനോടനുബന്ധിച്ച് വിപണിയും സജീവമാണ്. കേക്ക്, നക്ഷത്ര വിൽപ്പന തകൃതിയായി നടക്കുന്നുണ്ട്. കലൂർ സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ നിന്നും നവമി ദിനേശ് ചേരുന്നു. നവമി, വെരി ഗുഡ് മോർണിംഗ്. ക്രിസ്മസിനെ വരവേൽക്കാനുള്ള ഓട്ടത്തിലാണ് എല്ലാവരും. ഒരു ഉത്രാടപ്പാച്ചിൽ എന്നൊക്കെ പറയുന്ന പോലെ ക്രിസ്മസ് തലേദിവസം എല്ലാവരും അതിനെ വരവേൽക്കാനുള്ള ഒരു ഓട്ടത്തിലാണ്. നവമിയുടെ ഡ്രസ്സിലടക്കം അത് വ്യക്തമാണ്. റെഡ് ഡ്രസ്സൊക്കെ ഇന്നേ വന്നു കഴിഞ്ഞു. എങ്ങനെയാണ് കൊച്ചിയിലെ വിപണികളൊക്കെ എത്രത്തോളം സജീവമാണ്? എങ്ങനെയാണ് കൊച്ചിയിലെ ക്രിസ്മസ് ആഘോഷം? പള്ളികളിലെ പാതിരാ കുർബാനകളൊക്കെ എപ്രകാരമാണ്? രഞ്ജിനി, ആദ്യം തന്നെ ഒരു മെറി ക്രിസ്മസ് ആഘോഷിക്കുന്നുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് കലൂർ സെന്റ് ആന്റണീസ് പള്ളിയിലാണ്. ഇവിടെ ഞായറാഴ്ച കുർബാന ഇപ്പോൾ പുരോഗമിക്കുകയാണ്. രാവിലെ 7 മണി മുതൽ തന്നെ കുർബാനകളെല്ലാം ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് ക്രിസ്മസ് ദിനത്തോടനുബന്ധിച്ചുള്ള പാതിരാ കുർബാനയും പ്രത്യേക ശുശ്രൂഷയും എല്ലാ പള്ളികളിലും നടക്കുന്നുണ്ട്. കൊച്ചി നഗരം അങ്ങനെ ക്രിസ്മസിനെ വരവേൽക്കാനായി ഒരുങ്ങിക്കഴിഞ്ഞു. വിശ്വാസികളെല്ലാം, ക്രൈസ്തവ വിശ്വാസികളെല്ലാം പള്ളികളിൽ ഇന്ന് കുർബാന അർപ്പിക്കാനായി എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഇന്ന് വൈകുന്നേരം നടക്കുന്ന പാതിരാ കുർബാന, രാത്രി നടക്കുന്ന പാതിരാ കുർബാനയിലുമൊക്കെ പങ്കെടുക്കാൻ എല്ലാവരും തയ്യാറായി. അങ്ങനെ എല്ലാവരും, എല്ലാ ക്രൈസ്തവ വിശ്വാസികളും തിരുപ്പിറവി ആഘോഷത്തിനായുള്ള അവസാനവട്ട ഒരുക്കത്തിലാണ്. പള്ളികളെല്ലാം അലങ്കരിച്ച് പുൽക്കൂടും നക്ഷത്രങ്ങളും ലൈറ്റും എല്ലാം ഇട്ട് തിളങ്ങി. വൈകുന്നേരം ഇവിടെയൊക്കെ നമുക്ക് ഈ പള്ളികളിലൊക്കെ വന്നിരിക്കുമ്പോൾ മനസ്സിന് തന്നെ വളരെ കുളിർമ നൽകുന്ന ഒരു കാഴ്ചയാണ്. ഇനി കൊച്ചിയിലെ പള്ളികളിലേക്ക് വന്നാൽ സഭാ മേലധ്യക്ഷന്മാരുടെ നേതൃത്വത്തിലാണ് രാത്രി പാതിരാ കുർബാന നടക്കുന്നത്. വരാപ്പുഴ അതിരൂപതയിൽ സെന്റ് ഫ്രാൻസിസ് അസീസിയ കത്തീഡ്രലിൽ വരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പ് ജോസഫ് കളത്തിൽപ്പറമ്പിലായിരിക്കും കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകുക. സിറോ മലബാർ സഭ ആസ്ഥാനത്തേക്ക് വന്നാൽ മൗണ്ട് തോമസ് പള്ളിയിലായിരിക്കും ഇന്നുള്ള പാതിരാ കുർബാന നടക്കുന്നത്. അത് ആർച്ച് ബിഷപ്പ് സെബാസ്റ്റ്യൻ വാണിയപ്പുരയ്ക്കലായിരിക്കും ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുക. കർദിനാൾ ജോർജ് ആലഞ്ചേരിയും ഇന്നുള്ള ഈ ചടങ്ങിൽ പങ്കെടുക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ കൊച്ചിയിലുള്ള എല്ലാ പള്ളികളും ക്രിസ്മസിന് തിരുപ്പിറവിക്കുള്ള തയ്യാറെടുപ്പിന്റെ അവസാനവട്ട തയ്യാറെടുപ്പിലാണ്. വിപണികളുമൊക്കെ വലിയ സജീവമായിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ബ്രോഡ്വേ, കൊച്ചിയെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ഈ ക്രിസ്മസ് അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ആഘോഷങ്ങൾ വന്നാൽ എപ്പോഴും സജീവമാകുന്ന വിപണികളിൽ ഒന്ന് അത് തീർച്ചയായും ബ്രോഡ്വേ തന്നെയായിരിക്കും. അവിടെയൊക്കെ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. രാവിലെയും രാത്രിയൊക്കെ വലിയ തിരക്കായിരുന്നു. അത്തരത്തിൽ കൊച്ചി നഗരം എല്ലാ രീതിയിലും ഇത്തരം ഒരു ക്രിസ്മസ് ആഘോഷത്തിനായി തയ്യാറെടുത്തിട്ടുണ്ട്. നമ്മൾ പള്ളികളിലെ ആളുകൾ കുർബാന അർപ്പിക്കാനായിട്ട് വിശ്വാസികൾ എത്തിയിട്ടുണ്ട്. ചേട്ടാ, ക്രിസ്മസ് ഒരുക്കങ്ങളൊക്കെ എവിടെ? എല്ലാം നല്ല അടിപൊളി. ഇന്ന് രാത്രിയോടെയാണ് എല്ലാം തകർക്കാം ഉറപ്പാണ്. എല്ലാം പൂർത്തിയായിക്കൊണ്ടിരിക്കണം. നാളെ എന്താ വീട്ടിൽ സ്പെഷ്യല്? നാളെ ഒന്നും പറയണ്ടല്ല, എല്ലാം ഭയങ്കരമായ സദ്യ ഒരുക്കങ്ങളാണ്. അപ്പൊ ഞങ്ങള് വന്ന പിന്നെ എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ന്യൂസ് 18 പ്രേക്ഷകർ, ഇത് കണ്ടോണ്ടിരിക്കുന്ന പ്രേക്ഷകര് ചേട്ടന്റെ വീട്ടിലേക്ക് എല്ലാവരും വന്നു. എവിടെയാ വീട്? വീടൊക്കെ ഇവിടെ അടുത്ത് തന്നെ, തൊട്ടടുത്ത്. ചേട്ടന്റെ പേര്? രാജു ആന്റണി. അപ്പൊ രാജുചേട്ടന്റെ വീട്ടിൽ ചെന്നാൽ നാളെ എല്ലാവർക്കും നല്ല വിഭവസമൃദ്ധമായ ആഹാരം കിട്ടും. അങ്ങനെ എല്ലാവരും പള്ളികളിലും എല്ലാ ഒരുക്കങ്ങളും ഒക്കെ പൂർത്തിയായിട്ടുണ്ട്. ചേട്ടാ, ഒരുക്കങ്ങളെല്ലാം അവസാനഘട്ടത്തിലാണ്. പിന്നെ എങ്ങനെയാ കുടുംബത്തിലുള്ള എല്ലാവരും ഒക്കെ, മക്കളൊക്കെ ഒന്നിച്ചു ചേരുന്ന ദിവസമാണോ? അതെ അതെ അതെ. ക്രിസ്മസ് സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും സന്ദേശമാണ് നൽകുന്നത്. ഇന്ന് പാതിരാ കുർബാനയ്ക്കൊക്കെ തീർച്ചയായും. ചേട്ടാ, എന്താണ് ഒരുക്കങ്ങളൊക്കെ? എല്ലാം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ മക്കളും കുടുംബം എല്ലാരും കൂടി ഒന്നിച്ചു ചേരുന്ന ഒരു ദിവസം കൂടിയാണല്ലോ നാളെ. അതെ അതെ, അങ്ങനെ തന്നെയായിട്ട്. അങ്ങനെ എല്ലാവരും ക്രിസ്മസ് ആഘോഷങ്ങൾക്കായി ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. വിപണികളും സജീവമാണ്. പള്ളികളിലെ എല്ലാ ചടങ്ങുകൾക്കുള്ള കാര്യങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. രഞ്ജിത്ത്, നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ വിവിധ തരത്തിലുള്ള നക്ഷത്രങ്ങളാണ് ഇവിടെ അലങ്കരിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ പള്ളികളൊക്കെ വൈകുന്നേരം ഒരു രാത്രി സമയത്ത് വന്നാലാണ് അതിന്റെ യഥാർത്ഥ ഭംഗി നമുക്ക് ആസ്വദിക്കാൻ കഴിയുകയുള്ളൂ. നക്ഷത്രങ്ങളും പുൽക്കൂടും ക്രിസ്മസ് ട്രീയും എല്ലാമായി പള്ളികളും
കുടുംബങ്ങളും എല്ലാ ക്രൈസ്തവ വിശ്വാസികളും ഒക്കെ ക്രിസ്മസിനെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. തിരുപ്പിറവിയുടെ ഇന്ന് വൈകുന്നേരം നടക്കുന്ന പാതിര കുർബാനയോടുകൂടിയാണ് തിരുപ്പിറവി ആഘോഷങ്ങൾക്ക് തുടക്കമാകുന്നത്. പിന്നീട് നാളെ രാവിലെയും പള്ളികളിൽ പ്രത്യേക ശുശ്രൂഷയും പ്രാർത്ഥനയും ഒക്കെയുണ്ട്. അതിനുശേഷമാണ് എല്ലാവരും വീടുകളിൽ ഒന്നിച്ച് കുടുംബവും മക്കളും എല്ലാവരുമായി ഒന്നിച്ച് ക്രിസ്മസ് ആഘോഷിക്കുന്നത്. അങ്ങനെ എല്ലാവിധത്തിലും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ഒരു ദിവസത്തിനായി ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ വിശ്വാസികൾ കാത്തിരിക്കുകയാണ്. രഞ്ജിനി, അതാണ് ക്രിസ്മസിനുള്ള കാത്തിരിപ്പിലാണ് എല്ലാ വിശ്വാസികളും. ഇന്ന് രാത്രിയോടുകൂടി പാതിരാ കുർബാന അടക്കം നടക്കും. നാളെ രാവിലെയും പ്രത്യേക പ്രാർത്ഥനകളും ശുശ്രൂഷകളും ഒക്കെ ഉണ്ടാകും. അങ്ങനെ തിരുപ്പിറവി ആഘോഷിക്കാനുള്ള ഒരുക്കത്തിലാണ് ക്രൈസ്തവ വിശ്വാസികൾ. നവമി ദിനേശാണ് കൊച്ചിയിൽ നിന്നും വിശദാംശങ്ങൾ പങ്കുവച്ചത്. നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് കൂടി പരിശോധിക്കാം. ക്രിസ്മസ് തലേന്നും കുർബാന ഏകീകരണത്തിൽ തർക്കം തീരാതെ സിറോ മലബാർ സഭ. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ കുർബാന ഏകീകരണം ക്രിസ്മസ് മുതൽ നടപ്പാക്കണമെന്ന വത്തിക്കാൻ ഉത്തരവ് നടപ്പാക്കാൻ കഴിയില്ല എന്ന് ഉറപ്പായി. ഇതിനായി നടത്തിയ ചർച്ചകൾ ഫലം കണ്ടില്ല എന്ന് സഭാ നേതൃത്വം തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു. മാർപ്പാപ്പയുടെ നിർദ്ദേശം അനുസരിക്കാൻ ക്രിസ്മസ് ദിനത്തിൽ സിനഡ് കുർബാന അർപ്പിക്കുമെങ്കിലും അത് തുടരില്ല എന്ന് വിമത വിഭാഗം അറിയിച്ചിട്ടുണ്ട്. ക്രിസ്മസിന് ഏകീകരിച്ച രീതിയിൽ പാതിരാ കുർബാന അർപ്പിക്കണമെന്ന കാര്യത്തിൽ വൈദികർക്കിടയിലും ഒരു വിഭാഗം വിശ്വാസികൾക്കിടയിലും അഭിപ്രായ വ്യത്യാസമുണ്ട്. എറണാകുളം സെന്റ് മേരീസ് ബസിലിക്ക തുറക്കുന്ന കാര്യത്തിലും അന്തിമ തീരുമാനമായിട്ടില്ല.